ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഫോറസ്റ്റിന്റെ മുകളിലാണ്. അതായത് ഈ ആംസ്റ്റർഡാമിന്റെ അടിയിൽ ഒരു ഫോറസ്റ്റ് തന്നെയുണ്ട്. ആ കഥ എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ആംസ്റ്റർഡാം ഹൗസസ് ഉണ്ടായ കഥ നിങ്ങൾ അറിയണം. അത് ആക്ച്വലി ഈ ഏരിയ മൊത്തത്തിൽ വെള്ളമായിരുന്നു. അപ്പോൾ ആദ്യം ഇവർ ഈ വെള്ളം മൊത്തം പമ്പ് ചെയ്ത് കളഞ്ഞു, ഏകദേശം ഒരു 5 മീറ്റർ ഒക്കെ. എന്നിട്ട് ആ ഏരിയയിലേക്ക് വുഡൻ പൈലുകൾ, വലിയ വുഡൻ പൈലുകൾ അടിച്ചിറക്കി. എന്നിട്ട് അത് ഇറക്കിയെന്ന് പറഞ്ഞാൽ 400 കിലോ വെയിറ്റ് വരുന്ന അയൺ ബാർ കൊണ്ടാണ് ഇത് അടിച്ചിറക്കുന്നത്. ആൻഡ് 10-40 ആൾക്കാർ വേണമായിരുന്നു ഒരു പൈൽ ഇറക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ഒരു വീടിൻ്റെ അടിയിൽ ഏകദേശം 90 മുതൽ 100 പൈലുണ്ട്. അപ്പോൾ അങ്ങനെ പൈല് വെച്ച് ഇതെല്ലാം ചുറ്റി ബെൽറ്റ് പോലെ പിടിച്ചു നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് നിർത്തിയിട്ടാണ് ഈ വീടുകൾ ഓരോന്ന് ഇവിടെ നിൽക്കുന്നത്. അപ്പം ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംസ്റ്റർഡാം ഉള്ളത് ഒരു ഫോറസ്റ്റിൻ്റെ മുകളിലാണെന്നാണ്. കാരണം ഒരു വീടിൻ്റെ അടിയിൽ ഏകദേശം 90-100 പൈലുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയുടെ അടിയിൽ മൊത്തം എന്തോര കണക്കിന് മരക്കഷ്ണങ്ങൾ ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികം ഇതൊരു ഫോറസ്റ്റായി മാറുമല്ലോ. ഈ വെള്ളത്തിൻ്റെ അളവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനേക്കാൾ കുറയാനും പാടില്ല, കൂടാനും പാടില്ല. കുറഞ്ഞാൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരത്തടികളിലേക്ക് ഓക്സിജൻ കോണ്ടാക്ട് വരുന്ന സമയത്ത് അത് ദ്രവിച്ചു പോകും. അപ്പം അങ്ങനെ സംഭവിക്കരുത്. ഈ കറക്റ്റായിട്ട് ഈ വെള്ളത്തിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ വാട്ടർ മാനേജ്മെൻറ്റിൻ്റെ ഒരു എക്സെപ്ഷണൽ എക്സാമ്പിളാണ് നമ്മളിവിടെ ഈ ഒരു പ്രദേശം മൊത്തത്തിൽ കാണുന്നത്.